ശ്രീ എം ജയചന്ദ്രൻ നോക്കൂ, പോലീസ് തന്നെ ഇക്കാര്യത്തിലൊരു പരിശോധന വാഗ്ദാനം ചെയ്തിരുന്നല്ലോ. റൂറൽ SP പറഞ്ഞല്ലോ ചില പോലീസുകാരുടെ ഭാഗത്തു നിന്ന് വീഴ്ച ഉണ്ടായിട്ടുണ്ട്, എങ്ങനെ എന്നുള്ളത് പരിശോധിക്കുന്നുവെന്ന്. ആരാണ് കുഴപ്പമുണ്ടാക്കിയതെന്ന് AI ഉപയോഗിച്ച് കണ്ടുപിടിക്കുമെന്ന് വരെ പറഞ്ഞല്ലോ. എന്നിട്ട് കണ്ടുപിടിച്ചോ? എന്തെങ്കിലും നടപടി ഉണ്ടായോ? ഒരു പാർലമെന്റ് അംഗം ഈ തരത്തിൽ ആക്രമിക്കപ്പെട്ടിട്ട് എന്ത് നടപടി ഉണ്ടായി എന്ന ഒന്നാമത്തെ വിഷയം അവിടെ നിൽക്കുന്നു. രണ്ടാമത്തേതാണ് ഈ അഭിലാഷ് ഡേവിഡിനെ സസ്പെൻഡ് ചെയ്തോ, ഡിസ്മിസ് ചെയ്തോ, തൂക്കിക്കൊന്നോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ. എന്ത് നടപടി ഒരു പാർലമെന്റ് അംഗത്തെ ഈ തരത്തിൽ ആക്രമിച്ചതിന്റെ പേരിൽ എടുത്തിട്ടുണ്ട് എന്ന ഒന്നാമത്തെ വിഷയം. രണ്ടാമത്തേത് നോക്കൂ, ലോ ആൻഡ് ഓർഡർ കീപ്പ് ചെയ്യേണ്ട പോലീസ് എങ്ങനെ അവിടെ പെരുമാറി? അവിടെ രണ്ട് കൂട്ടരും മുഖാമുഖം നിൽക്കുന്ന രണ്ട് ഭാഗത്തു നിന്നും ഒരേപോലെ പ്രവർത്തകർ തിങ്ങി വരുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ പോലീസ് നിശ്ചയമായും ഇടയ്ക്ക് നിൽക്കണം. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. CPM തന്നെ പറയുന്നു ഞങ്ങളുടെ പ്രവർത്തകർ പിരിഞ്ഞു പോയിരുന്നുവെന്ന്. അപ്പോൾ ഒരു പാർലമെന്റ് അംഗം മുൻപിൽ നിൽക്കുമ്പോൾ എങ്ങനെയാണ് ഇങ്ങനെ ഒരു പോലീസ് ആക്ഷൻ ഉണ്ടായത്? MB യെ കണ്ടാൽ മനസ്സിലാകാത്ത ആളല്ലല്ലോ ആ പോലീസുകാരൻ. അപ്പോൾ ഇത് ഒരു വലിയ വിഷയം, ജനാധിപത്യത്തെ തന്നെ ബാധിക്കുന്ന ഒരു വിഷയം എന്നുള്ള നിലയിൽ കാണേണ്ടടുത്ത് ഇപ്പോൾ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത്? അഭിലാഷ, ഞാൻ ഖേദപൂർവ്വം താങ്കളോടൊരു കാര്യം ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. KP നൗഷാദ് അലി പറഞ്ഞ അതേ രൂപത്തിലല്ലെങ്കിൽ അതിന് തുല്യമായ വേറൊരു രൂപത്തിൽ താങ്കൾ ഇങ്ങനെ പറയുന്നതിൽ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്, അല്ലെങ്കിൽ അതിനോട് എനിക്ക് വിയോജിപ്പുണ്ട് എന്ന് പറയാൻ നിവൃത്തിയില്ലാത്തതാണ് അങ്ങനെ പറഞ്ഞത്. കാരണം ഈ അദ്ദേഹം പറഞ്ഞ എന്താ, നൗഷാദ് അലി എന്താണ് പറയുന്നത്, ബംഗാള്, നന്ദിഗ്രാം, ഇതൊക്കെ നമ്മുടെ തലയ്ക്കകത്ത് വെറും കളിമണ്ണ് മാത്രമല്ല. ബംഗാളും നന്ദിഗ്രാമവും ഒക്കെ വിട്ടോളൂ, പേരാമ്പ്രയും വടകരയും പറഞ്ഞാൽ മതി. അല്ല, അതേന്നും ഇത് നമ്മളുടെ ആരുടെയും തലയിൽ കളിമണ്ണല്ലോ. എല്ലാവർക്കും അവനവന്റെ വിവേചന ശക്തിയും വിവേചന ശേഷിയും ഒക്കെ ഉള്ളവരാണെന്നേ. അതവിടെ നിൽക്കട്ടെ. ഇപ്പൊ ഞാൻ പറഞ്ഞ എന്താണ്, ഇത് അദ്ദേഹം ഇപ്പൊ MP ഷാഫി പറമ്പിൽ മറ്റേ ഇവിടെ സ്പീക്കർക്ക് പ്രിവിലേജ് കമ്മിറ്റിക്ക് പരാതി കൊടുക്കുന്നുണ്ടല്ലോ. എന്തുകൊണ്ടാണ് ആ പരാതി കൊടുക്കാൻ അദ്ദേഹത്തിന് അവസരമുള്ളത്? ഇങ്ങനെ അതിക്രമം നടന്നു എന്ന് അദ്ദേഹത്തിന് അനുഭവിക്കേണ്ടി വന്നുകൊണ്ടാണ്. അതിനെ സംബന്ധിച്ച് സ്പീക്കർക്ക് പരാതി കൊടുത്തോ, പ്രിവിലേജ് കമ്മിറ്റി കൊടുക്കട്ടെ, അന്വേഷിക്കട്ടെ, നടപടി എടുക്കട്ടെ. ഇപ്പൊ പോലീസ് എന്തുകൊണ്ട് മൊഴിയെടുത്തില്ല? ഈ സംസാരിക്കാൻ തന്നെ ബുദ്ധിമുട്ടുള്ള മൂക്കിന് ശസ്ത്രക്രിയ നടത്തിയ MP എടുത്ത് എന്തുകൊണ്ട് മൊഴിയെടുത്തില്ല എന്ന് ചോദിക്കുന്നതിന്റെ ഒരു സാങ്കത്യം തന്നെ. ആശുപത്രി വിട്ടിട്ട് എത്ര ദിവസമായി? 12 ദിവസം ശേഷം ഇന്നലെ അദ്ദേഹം വരുന്നത്, പൊതുമധ്യത്തിൽ വരുന്നു ആദ്യമായിട്ട്. അപ്പൊ ഇതിന്റെ ഇടയ്ക്ക് പോലീസുകാര് ഇദ്ദേഹമായിട്ട് നേരിട്ട് ബന്ധപ്പെടാൻ നിവൃത്തിയില്ല, ബന്ധപ്പെടുകയും ചെയ്തിരുന്നു. ഇല്ലാന്ന് പറയട്ടെ, MP യുടെ ഓഫീസ് പറയട്ടെ, MP ക്ക് പറയാം, ഒരുപക്ഷെ MP യുടെ ഓഫീസ് പറയട്ടെ പോലീസ് ബന്ധപ്പെട്ടിട്ടില്ലാണുള്ളത്. അദ്ദേഹം ഡിസ്ചാർജ് ചെയ്തതിനു ശേഷം അദ്ദേഹത്തിന് സമയവും സൗകര്യവും അനുസരിച്ച് മൊഴിയെടുക്കാനുള്ള സമയം അറിയിക്കാം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതിനെ എങ്ങനെയാണ് വക്രീകരിക്കുന്നത് നോക്കൂ. കേരളത്തിലെ പോലീസ് MP ക്ക് മർദ്ദനമായിട്ട് ഇതുവരെ അദ്ദേഹത്തിന് മൊഴിയെടുക്കാൻ പോലും തുനിഞ്ഞിട്ടില്ല. ഇങ്ങനെയൊക്കെയാണോ ഈ രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി കാര്യങ്ങളെ വളച്ചൊടിക്കുന്നത്? ഇങ്ങനെയാണോ? അല്ല, ഞാൻ ചോദിച്ച ചോദ്യത്തിലേക്ക് അങ്ങ് വരുമോ? ഇപ്പൊ പോലീസിന്, റൂറൽ SP യെ നമ്മൾ വിശ്വസിച്ചാൽ പോലീസിന് തന്നെ ഈ കാര്യത്തിൽ MP ക്ക് മർദ്ദനമേറ്റതിലേക്ക് നയിച്ച സംഭവ വികാസങ്ങളിൽ സംശയമുണ്ടെങ്കിൽ ഒരുപാട് ദൃശ്യങ്ങളുണ്ടല്ലോ, പോലീസ് ഔദ്യോഗികമായും അല്ലാതെയും ഒക്കെ ഷൂട്ട് ചെയ്തതും CCTV നിന്നുള്ളതും ഒക്കെയായ ചാനൽ ക്യാമറകളിൽ നിന്നൊക്കെയുള്ളതായ ഒരുപാട് ദൃശ്യങ്ങളുണ്ടല്ലോ. പുതിയ ടെക്നോളജി ഉപയോഗിക്കുമെന്നും പോലീസ് തന്നെയാണല്ലോ പറഞ്ഞത്. എന്താണ് സംഭവിച്ചത് എന്ന് പോലീസിനെ നാണക്കേടുണ്ടാക്കിയ സംഭവമാണല്ലോ. എന്തുകൊണ്ടാണ് കണ്ടുപിടിക്കാത്തത്? MP യുടെ മൊഴി എടുക്കുന്നത് അവിടെ നിൽക്കട്ടെ, ഇനിയിപ്പോ MP യുടെ മൊഴി എടുത്തില്ലെങ്കിലും സാരമില്ല എന്ന് വെക്കാം. എന്തുകൊണ്ടാണ് പോലീസ് ഇത് സംഭവിച്ചു എന്ന് ആഭ്യന്തരമായി പരിശോധിച്ച അക്കാര്യത്തിലൊരു തീർപ്പ് കണ്ടെത്താത്തത്? അല്ല, ആര് പറഞ്ഞു അന്വേഷിക്കുന്നില്ല എന്ന് ആര് പറഞ്ഞേ? അത്തരത്തിലുള്ള ഈ എന്താണ് പറയുന്നത്, അഡ്മിനിസ്ട്രേറ്റീവ് റിവ്യൂ തന്നെ പോലീസില് ഹെഡ്ക്വാർട്ടേഴ്സിൽ അടക്കം ഇക്കാര്യത്തിലുള്ള വിശദമായ പരിശോധന നടന്നു കഴിഞ്ഞിട്ടുണ്ട്. ഇതിനാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിന്റെ റിസൾട്ട് എന്തുകൊണ്ട് പരസ്യമായിട്ട് തരുന്നിട്ടാണുള്ളത് അത് അവരുടെ കാര്യമായിരിക്കാം. പോലീസിങ് അങ്ങനെയാണല്ലോ, എല്ലാ കാര്യങ്ങളും പൊതുജനങ്ങളുമായിട്ട് പങ്കുവെച്ചുകൊണ്ടല്ലോ ദൈനംദിന പോലീസിങ് നടക്കുന്നത്. അത് ഹെഡ്ക്വാർട്ടേഴ്സിന് PHQ-ന് അതിൻ്റെതായിട്ട് നടപടിയൊക്കെ ഉണ്ടാവാം. പക്ഷെ കാര്യങ്ങൾ നടക്കുന്നുണ്ട്, അന്വേഷിക്കുന്നുണ്ട്. പിന്നെ ഒരു ഒറ്റ കാര്യം കൂടെ, ഈ 144 പോലീസുകാരാണ്. ആദ്യം 108 പേരും പിന്നെ 36 പേരും, അങ്ങനെയാണ് 144 പേരെ ഡിസ്മിസ് ചെയ്തത്. ഇവരുടെ ലിസ്റ്റിൽ നിന്നും വേറെ എവിടെയും തപ്പി ആരും ഒന്നും പോകേണ്ടതില്ല. അഭിലാഷ് ജസ്റ്റ് എനിക്കൊരു മെസ്സേജ് അയച്ചാൽ മതി, എനിക്ക് അവരുടെ ആ ലിസ്റ്റും തരണമെന്ന് പറഞ്ഞ്. കഴിഞ്ഞ വർഷത്തെ ഈ വർഷത്തെ എല്ലാവരും ചെയ്തിട്ട് തരാം. ഞാൻ അങ്ങയോട് ഇപ്പോ പരസ്യമായി ആവശ്യപ്പെടുന്നു, അങ്ങ് ഈ 144 പോലീസുകാരുടെയും പേര് വിവരങ്ങൾ തന്നാൽ നന്നായിരുന്നു. തീർച്ചയായിട്ടും നിയമസഭയിലുള്ള രേഖയാണ്, ആ രേഖയാണ് എന്തെങ്കിലും ഉള്ളത്. അത് ആർക്കും അവൈലബിൾ ആക്സസിബിൾ ആണ്. ഒരു തർക്കവും ഞാൻ താങ്കൾക്ക് തരാം, എന്ത് തന്നെ തരാം. ശരി, ശരി, നല്ലത്.